ശ്രീമതി രാജശ്രീയുടെ ആത്രേകം. ആത്രേകം എന്ന വാക്ക് നമ്മൾ ഇതിനു മുമ്പ് കേട്ടിട്ടില്ലാത്തൊരു വാക്കാണ്. ആത്രേകം എന്താണെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് കഥ തുടങ്ങാം. കഥ മഹാഭാരതത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഒരുക്കിയിട്ടുള്ളത്. മഹാഭാരതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട രാജ്യങ്ങളിലൊന്ന് ഹസ്തിനപുരം, പിന്നെ ദ്രുപദ മഹാരാജാവിന്റെ പാഞ്ചാലം. പാഞ്ചാല രാജ്യത്തിനും ദശാർണം എന്ന രാജ്യത്തിനും ഹസ്തിനപുരത്തിനുമൊക്കെ അതിർത്തി പങ്കിട്ട് കിടക്കുന്ന ഒരു ചെറിയ ഗ്രാമമാണ് ആത്രേകം. അതിർത്തി ഗ്രാമം ആയതുകൊണ്ട് തന്നെ യുദ്ധത്തിൽ പരിക്കേറ്റ ആളുകൾ, നിരാലംബരായ മനുഷ്യർ, ആർക്കും വേണ്ടാതെ ഉപേക്ഷിക്കപ്പെട്ട മനുഷ്യർ, ഇവരെല്ലാവരും കൂടിയാണ് ആത്രേകത്തിൽ ജീവിക്കുന്നത്. ആത്രേകത്തിലൂടെ ഒഴുകുന്ന നദിയുടെ കരയിൽ കാട് തളർത്തു വളർന്നു. ആ കാട്ടിലെ ചെടികളിലെല്ലാം പ്രകൃതി ഔഷധം ഒളിപ്പിച്ചു വെച്ചു. അവിടെയുള്ള മനുഷ്യർ ആ ഔഷധത്തെ കണ്ടെത്തുകയും അവിടെ അവരുടേതായ ചികിത്സകൾ ആരംഭിക്കുകയും ഒക്കെ ചെയ്തു. ഇപ്പോൾ ആ വൈദ്യ പാരമ്പര്യത്തിന്റെ അവസാന കണ്ണിയായി ആ പാരമ്പര്യം ഏറ്റെടുത്ത് നടത്തുന്ന ഒരു വൃദ്ധനായ മനുഷ്യനുണ്ട്. അദ്ദേഹത്തിന്റെ പേര് ചൂടകൻ എന്നാണ്. ആ മനുഷ്യനെ സഹായിക്കുന്നത് അദ്ദേഹത്തിന്റെ കൊച്ചുമകളായിട്ടുള്ള ഇളയാണ്. ഇനിയും കഥയിലേക്ക് വരാം. ഒരു ദിവസം ചൂടകനും ഇളയും വെളുത്ത പൂക്കളുള്ള ഒരു മരത്തിനു മുന്നിൽ വന്നു നിൽക്കുകയാണ്. അവർ കാട്ടിൽ നിന്നും ചെടികളും പൂക്കളും മരുന്നും ഒക്കെ ശേഖരിക്കാൻ ഇറങ്ങിയതാണ്. അപ്പോൾ ചൂടകൻ പറഞ്ഞു, അതിന്റെ ഇലകൾ നുള്ളിയെടുക്കണം. ഇള ഉത്സാഹവതിയായി നേരെ മരത്തിനടുത്തേക്ക് നടന്നു. ഇലകൾ നുള്ളിയെടുത്ത് കഴുകി വൃത്തിയാക്കി എണ്ണയിൽ ഒഴിച്ച് അത് മൺപാത്രത്തിൽ 7 ദിവസം വെയിലത്ത് വെക്കണം. അകത്തേക്ക് സേവിക്കേണ്ട മരുന്നാണ്. വളരെ നിഷ്ഠയോട് കൂടി വേണം അത് ചെയ്യാൻ. ഇല മരത്തിനടുത്തേക്ക് നടന്ന് കൈയെത്തിച്ച് അതിന്റെ കൊമ്പ് ചാച്ച് ഇലകൾ നുള്ളിയെടുക്കാൻ തുടങ്ങി. അപ്പോൾ അതിൽ വിടർന്നു നിൽക്കുന്ന വെളുത്ത പൂക്കളിൽ നിന്നും പൂമ്പൊടികൾ അവളുടെ മുടിയിലാകെ വീഴാൻ തുടങ്ങി. അവൾ മുടി അങ്ങനെ മാടി കെട്ടിക്കൊണ്ട് ചോദിച്ചു, മുത്തശ്ശ, ഇതിന്റെ പേരെന്താണ്? ഇത് എന്തിനുള്ളതാണ്? മുത്തശ്ശൻ പറഞ്ഞു, ശ്വേതകുടജ. ഇത് മുറിവിനും പഴുപ്പിനും ഒക്കെ വളരെ ഉത്തമമായിട്ടുള്ള ഒരു മരുന്നാണ്. ചൂടകൻ ഒരു കാര്യം കൂടി പറഞ്ഞു, മോളെ, നമ്മളുടെ ഈ ചികിത്സാ സമ്പ്രദായം രാജ്യത്തിനകത്ത് ആരും അംഗീകരിക്കുന്നൊന്നല്ല. എല്ലാവരും പരസ്യമായി അതിനെ അപമാനിക്കുക കൂടി ചെയ്തിട്ടുണ്ട്. പക്ഷെ അവരൊക്കെ തന്നെ രഹസ്യമായി വന്ന് ഈ മരുന്നുകൾ സേവിച്ചു പോയിട്ടുണ്ട്. അങ്ങനെ അവർ മരുന്നൊക്കെ ശേഖരിച്ച് നടക്കുന്ന സമയത്ത് ഇള പെട്ടെന്ന് കാട്ടിനുള്ളിലേക്ക് നോക്കി. ഉച്ച തിരിഞ്ഞാൽ തന്നെ ഇരുട്ട് വീഴുന്ന കാടാണ്, നമുക്ക് പെട്ടെന്ന് പോണം, നീ വാ എന്ന് മുത്തശ്ശൻ പറഞ്ഞു. ഇള കാട്ടിനുള്ളിൽ എന്തോ അനക്കം കണ്ടിട്ടാണ് നിന്നത്. ഇള പെട്ടെന്ന് മുത്തശ്ശനെ വിളിച്ചു, മുത്തശ്ശ, ഒന്ന് നിൽക്കണം. അവിടെ ആ കാട്ടിനുള്ളിൽ മരത്തിന് പിന്നിൽ ആരോ ഉണ്ട്. ആ കാട്ടിന് പിന്നിൽ മൺചതുപ്പിൽ ഒരു മനുഷ്യൻ അകപ്പെട്ട് കിടക്കുകയാണ്. അദ്ദേഹത്തിന്റെ ദേഹമാസകലം മണ്ണും ചെളിയും പുരണ്ടിരിക്കുകയാണ്. അദ്ദേഹം അവിടെ നിന്നും എഴുന്നേക്കാനാകാതെ പിടയുകയാണ്. മുത്തശ്ശനും ഇളയും അദ്ദേഹത്തെ നോക്കി. ശത്രുവല്ലെന്നവർക്ക് മനസ്സിലായി. 2 പേരെ കൂടി അവർ സഹായത്തിന് വിളിച്ചു, ബലനും ഗദനും. അവർ 2 പേരും ഓടി വന്ന് കയർ കെട്ടി ഇദ്ദേഹത്തെ മൺചതുപ്പിൽ നിന്നും പുറത്തേക്കെടുത്തു. 2 മുളകളിൽ കെട്ടിവെച്ച് അദ്ദേഹത്തെ ആത്രേകത്തിലെ വൈദ്യശാലയിലേക്ക് എടുത്തു. അവിടെ കൊണ്ടുപോയി എണ്ണത്തോണിയിൽ കിടത്തി മണ്ണും ചെളിയും അഴുക്കും ഒക്കെ കഴുകി വൃത്തിയാക്കിയപ്പോഴാണ് അവർക്ക് ആളെ മനസ്സിലായത്. അത് പാഞ്ചാല രാജകുമാരനായിരുന്നു, ദ്രുപദ മഹാരാജാവിന്റെ മകൻ നിരമിത്രൻ. നിരമിത്രനാണെന്നറിഞ്ഞ് അവർ ആകെ അമ്പരന്ന് പോയി. ഇതെങ്ങനെ രാജകുമാരൻ ഇങ്ങനൊരു ഗതി? എന്താണ് സംഭവിച്ചതെന്നറിയാതെ അവർ ആകെ വിഷമിച്ചു നിന്നു. നിരമിത്രൻ ആത്രേകത്തിൽ എത്തിയിരിക്കുന്നു. ആത്രേകം അത് നിരമിത്രന്റെ കഥയാണ്. നിരമിത്രൻ എന്ന് പറയുമ്പോൾ ഈ കഥാപാത്രത്തെ നമുക്ക് എല്ലാവർക്കും അറിയാം. കഥ മഹാഭാരതം അറിയുന്ന അല്ലെങ്കിൽ കുറച്ചെങ്കിലും കേട്ടറിവുള്ള ആർക്കും തന്നെ മറക്കാൻ കഴിയാത്ത ഒന്നാണ് ശിഖണ്ഡി എന്ന പേര്. ഈ പുസ്തകത്തോടുള്ള ഏറ്റവും വലിയ ബഹുമാനവും അത് തന്നെയാണ്. പ്രിയപ്പെട്ട രാജശ്രീ ടീച്ചർ ഈ പുസ്തകത്തിൽ ഒരിടത്തും അങ്ങനൊരു പദം ഉപയോഗിച്ചിട്ടില്ല. ശിഖണ്ഡി എന്നൊരു വാക്ക് നിങ്ങൾക്ക് എവിടെയും കാണാൻ കഴിയില്ല. പകരം നിരമിത്രൻ എന്നൊരു സുന്ദരമായ പേര് നൽകിയിരിക്കുന്നു. ഇനി ഈ കഥ ഞാൻ ഒറ്റയ്ക്ക് പറഞ്ഞാൽ ശരിയാകില്ല. നമുക്ക് ഒരുമിച്ച് ശ്രീമതി രാജശ്രീയുടെ ആത്രേകം നോവൽ വായിക്കാം. നന്ദി, നമസ്കാരം.